നമസ്കാരം. 5 പതിറ്റാണ്ടിനിടെ ഇറാൻ വീണ്ടും ഒരു വിപ്ലവത്തിന് സാക്ഷ്യം വഹിക്കുകയാണ്. 1979 ഇസ്ലാമിക വിപ്ലവം മുതൽ 2026 നിലവിലെ സാഹചര്യങ്ങൾ വരെ പരിശോധിക്കുമ്പോൾ സ്വാതന്ത്ര്യത്തിനും തുല്യതയ്ക്കും വേണ്ടി പൊട്ടിപ്പുറപ്പെട്ട നിരവധി പരാജയപ്പെട്ട പ്രക്ഷോഭങ്ങളുടെ ചരിത്രവും ഇറാനിലുണ്ട്. 5 പതിറ്റാണ്ടിലേറെ നീളുന്ന വിപ്ലവങ്ങളുടെയും അടിച്ചമർത്തലുകളുടെയും ഒരു സുദീർഘമായ കലുഷിതമായ രാഷ്ട്രീയ സാഹചര്യമാണ് ഇറാനിലേത്. അസംതൃപ്തരായ സമൂഹത്തിന്റെ രോക്ഷ പ്രകടനങ്ങളായിരുന്നു അവയൊക്കെ. ഒരു വശത്ത് ട്രംപും ഇസ്രായേലും അടക്കം ഇറാനെതിരെ കോപ്പുകൂട്ടുമ്പോൾ മറുവശത്ത് സ്വാതന്ത്ര്യത്തിനും ജീവിക്കാനുള്ള അവകാശത്തിനും വേണ്ടി ഇറാനിയൻ ജനത തെരുവിലിറങ്ങുകയാണ്. ഇറാന്റെ കിരാത മതഭരണത്തിന് അന്ത്യം കുറിക്കുമോ? വീണ്ടും സമാധാനത്തിന്റെ പുഷ്പകാലം ഇറാൻ ജനതയ്ക്ക് സംജാതമാകുമോ? ഈ വിഷയമാണ് ഇന്നത്തെ ഷെക്കിന ന്യൂസ് 4 മണി ചർച്ചയിൽ നമ്മൾ വിശദമായി പരിശോധിക്കാൻ പോകുന്നത്. നമ്മളോടൊപ്പം അന്താരാഷ്ട്ര നിരീക്ഷകൻ ഡോക്ടർ മോഹൻ വർഗീസും രാഷ്ട്രീയ നിരീക്ഷകൻ ശ്രീ ഷാവു പ്രസാദും ചേരുന്നു. ഡോക്ടർ മോഹൻ വർഗീസ്, ഈ തീവ്രവാദത്തിന് നമുക്കറിയാം, ഇപ്പം ഇറാൻ എന്ന് പറയുന്ന രാജ്യം തീവ്രവാദത്തിന് കൈയയച്ച് എല്ലാവിധ സപ്പോർട്ടും എല്ലാവിധ സഹായങ്ങളും നൽകി സ്വന്തം പൗരന്മാരെ അടിച്ചമർത്തി ശബ്ദം പോലും ഉയർത്താൻ അനുവദിക്കാതെ അടിച്ചമർത്തുന്ന ഇറാന്റെ ആ ഒരു ഭരണകൂടം, ഗാസയിലേക്ക് പ്രശ്നങ്ങളൊക്കെ നോക്കുകയാണെങ്കിലും അവിടുത്തെ തീവ്രവാദ സംഘടനകൾക്ക് ഏറ്റവും സഹായം നൽകുന്നത് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ ആയുധങ്ങൾ എത്തിക്കുന്നതും ഹിസ്ബുള്ള, ഹമാസ് പോലുള്ള സംഘടനകൾക്ക് ആയുധങ്ങൾ എത്തിക്കുന്നതും ഇറാനിൽ നിന്നാണെന്നുള്ള വാർത്തകളൊക്കെ നമുക്കറിയാവുന്നതാണ്. അപ്പോൾ ഇതുപോലുള്ള ഒരു രാജ്യം അല്ലെങ്കിൽ ഇതുപോലുള്ള ഒരു ഭരണകൂടം, ലോക രാജ്യങ്ങൾക്ക് മുഴുവൻ തലവേദനയാകുന്ന ഇതുപോലുള്ള ഒരു ഭരണകൂടം താഴെ ഇറങ്ങുക എന്നത് തന്നെ ലോക സമാധാനത്തിന് ശരിക്കും അത്യന്താപേക്ഷിതമല്ലേ? ഇനിയൊരു അട്ടിമറി ശ്രമം അല്ലെങ്കിൽ ഒരു അട്ടിമറി ഉണ്ടാകാനുള്ള ഒരു നീക്കങ്ങളൊക്കെ നമ്മൾ മുന്നിൽ കാണുന്നുണ്ട്. എന്താകാം ഇനി സംഭവിക്കാൻ പോകുന്നത്? എന്താണ് അങ്ങയുടെ ഒരു നിരീക്ഷണം? ശ്രീ ജോയ്സ്, ഇസ്ലാമിക് റിപ്പബ്ലിക് ഓഫ് ഇറാൻ ഒരു പ്രഹേളിക തന്നെയാണ്. 1979 നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇസ്ലാമിക വിപ്ലവം ഷാ പഹലവി രണ്ടാമനെതിരെ നടത്തിയ ഒരു ജൈവികമായ ഒരു നീക്കമാണ് ഇസ്ലാമിക വിപ്ലവം. പക്ഷെ അതിനുശേഷം നിലവിൽ വന്ന ഭരണകൂടം അയത്തുള്ള അമാർ നയിച്ച അയത്തുള്ള റുഹുള്ള ഖൊമേനി അന്നും ഇപ്പോൾ അയത്തുള്ള അലി ഖൊമേനി ഇപ്പോഴും നയിക്കുന്ന ഒരു ഭരണക്രമം തീർച്ചയായും മനുഷ്യാവകാശ ലംഘനങ്ങൾക്ക് പേരുകേട്ട ഒരു ഭരണകൂടമാണ്. യഥാർത്ഥത്തിൽ വലിയ രീതിയിലുള്ള പബ്ലിക് റിസെന്റ്മെന്റ് ആണ് അവിടെ ഉള്ളത്. അമേരിക്ക വിരുദ്ധതയിലും ഇസ്രായേൽ വിരുദ്ധതയിലും മാത്രമായി കെട്ടിപ്പടുത്ത ഒരു ക്രമത്തിന് അധികകാലം നിൽക്കാനാവില്ല. കാരണം ആഭ്യന്തരമായ ഒരു സംവിധാനം ഉണ്ടാക്കണം. സംവിധാനം പല ലെവൽസിലായി ഉന്നത ലെവലിൽ അയത്തുള്ള അടുത്ത ലെവലിൽ ഈ മിലിറ്ററി ലീഡർഷിപ്പിൽ റിപ്പബ്ലിക്കൻ ഇറാനിയൻ റെവല്യൂഷണറി ഗാർഡ് കോപ്സ് എന്ന് പറയുന്ന സംവിധാനം, അതുപോലെ പൊളിറ്റിക്കൽ ലെവലിൽ മസൂദ് പസഷ്കിയാൻ പ്രസിഡന്റായി തെരഞ്ഞെടുക്കുന്നു. അത് അയത്തുള്ള അനുവദിക്കുന്ന ആളുകൾ മാത്രം മത്സരിച്ച് ജയിക്കുന്നു. സിവിൽ ലിബർട്ടീസ് വളരെ വലിയ രീതിയിൽ കർട്ടയിൽഡാണ്. പക്ഷെ ആ രീതിയിലുള്ള ഒരു ഇസ്ലാമിക് ഭരണകൂടം അത് ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ, പ്രത്യേകിച്ച് പശ്ചിമേഷ്യയുടെ വിവിധ ഭാഗങ്ങളിലുള്ള ആളുകൾക്ക് അല്ലെങ്കിൽ ഇസ്ലാമിസ്റ്റ് ഗ്രൂപ്പുകൾക്ക്, പ്രത്യേകിച്ച് ഷിയ മിലിഷ്യകൾക്ക് വളരെ വലിയ സായുധ സൈനിക സാമ്പത്തിക സഹായമാണ് നൽകുന്നത്. അങ്ങനെയാണ് ലെബനനിൽ ഹിസ്ബുള്ള ഉണ്ടാകുന്നത്, ഹമാസ് വെസ്റ്റ് ബാങ്ക് ഗാസയിൽ വലിയ രീതിയിൽ പിടിമുറുക്കുന്നത്. അങ്ങനെയാണ് യമനിൽ ഹൂത്തികൾ തഴച്ചു വളരാനുള്ള സാഹചര്യം ഉണ്ടായത് ഇറാനിയൻ സഹായത്തോടു കൂടിയാണ്. അതുപോലെ തന്നെ സിറിയയിലും ഇറാഖിലും എല്ലാമുള്ള വലിയ രീതിയിലുള്ള ഷിയ ഗ്രൂപ്പുകൾക്ക് സഹായം എത്തിക്കുന്നു. അങ്ങനെ പ്രോക്സികളിലൂടെ അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും പദ്ധതികളെ നള്ളിഫൈ ചെയ്യാം എന്ന ഇറാന്റെ ആഗ്രഹം ഒരു വശത്ത്. മറുവശത്ത് വലിയ രീതിയിലുള്ള ബിൽഡപ്പാണ്, സൈനികമായ ഒരു ബിൽഡപ്പാണ്. സുന്നി അറബി രാജ്യങ്ങൾ, സൗദി അറേബ്യ, അതുപോലെ UAE, മിക്ക എണ്ണ ഉൽപാദക രാജ്യങ്ങളും അവർക്കും ത്രെട്ട് ആകുന്ന രീതിയിൽ ഇറാൻ മുന്നോട്ട് പോവുകയാണ്. അപ്പൊ അങ്ങനെ കഴിഞ്ഞ വർഷം ഉണ്ടായ ഇസ്രയേലുമായുള്ള പോരാട്ടത്തിൽ വൻ തോതിലാണ് സൈനിക ശേഷി കുറഞ്ഞു വന്നത്. പൂർണ്ണമായി അവസാനിച്ചു എന്ന് പറയാനാവില്ല എങ്കിലും ഇറാന്റെ പ്രഹരശേഷിക്ക് വലിയ രീതിയിലുള്ള കുറവ് വന്നു. ഇറാന്റെ ആണവ നിലയങ്ങൾ ആക്രമിക്കപ്പെട്ടു, അമേരിക്കയുടെ സഹായത്തോടു കൂടി നടന്ന ആക്രമണം. അതോടൊപ്പം തന്നെ ദീർഘകാലമായി തുടരുന്ന ഉപരോധം, അമേരിക്കയുമായി ഉള്ള ആണവ ചർച്ച വഴിമുട്ടി നിൽക്കുകയും ആണവ കരാറിൽ എത്തിച്ചേരാൻ സാധിക്കാതിരിക്കുകയും ചെയ്തപ്പോൾ അമേരിക്കൻ ഉപരോധം, വെനിസ്വേലയുടെ എണ്ണയ്ക്ക് എന്താണോ സംഭവിച്ചത് അത് തന്നെയാണ് ഇറാന്റെ എണ്ണയ്ക്കും സംഭവിച്ചത്. എണ്ണ വിൽക്കാൻ ഉപരോധം കാരണം എണ്ണ വിൽക്കാൻ കഴിയാത്തൊരു അന്തരീക്ഷം ഉണ്ടായി. വലിയ സാമ്പത്തിക ജെരുക്കളുമുണ്ടായി. ഇറാന്റെ
റിയാൽ എന്ന് പറയുന്നത് ഇറാനിയൻ റിയാൽ മൂല്യ ശോഷണം വന്നു. ഏതാണ്ട് $1 എന്ന് പറയുന്നത് 14 ലക്ഷം ഇറാനിയൻ റിയാലാണ് എന്നതാണ് ഇന്നത്തെ കമ്പോള നിലവാരം. നോക്കൂ, ധാന്യപ്പെരുപ്പം 52%, ഓൾ ടൈം ഹൈ ആണ്. സാധനങ്ങൾ കിട്ടാനില്ല. ജനം പൊറുതിമുട്ടിയാണ് തെരുവിലിറങ്ങുന്നത്. സ്വാഭാവികമായി അവരുടെ പ്രതിഷേധം അലയടിക്കുന്നത് മതഭരണകൂടത്തിനെതിരെയാണ്. ആയത്തുള്ള അലി ഖൊമേനിക്കെതിരെ മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. മസൂദ് പസഷ്കിയാനെതിരെ മുദ്രാവാക്യങ്ങൾ ഉയരുന്നു. അമേരിക്ക അനുകൂലമെന്ന് തോന്നാവുന്ന മുദ്രാവാക്യങ്ങളാണ്. ഇപ്പൊ സ്വാഭാവികമായി ഇറാൻ ഗവൺമെന്റ് പറയും അമേരിക്ക അനുകൂല, ഇസ്രായേൽ അനുകൂല വിഭാഗങ്ങളാണ് ഗവൺമെന്റിനെ അട്ടിമറിക്കാനായി ഇറങ്ങിത്തിരിച്ചത് എന്ന ഒരു നറേറ്റീവ് അവിടെ വരുന്നത് സ്വാഭാവികം തന്നെയാണ്. അതേപോലെ തന്നെയാണ് അമേരിക്കയിൽ ഇപ്പോൾ പ്രവാസത്തിലുള്ള ഷാ പഹലവി രണ്ടാമന്റെ മകൻ, നിഷ്കാസിതനായ 79-ലെ ഇസ്ലാമിക് വിപ്ലവകാലത്ത് നിഷ്കാസിതനായ ഷായുടെ മകൻ റിസ പഹലവി അമേരിക്കയിൽ ഇരുന്നു കൊണ്ട് വൻ ആഹ്വാനങ്ങൾ നൽകുകയാണ്. ഇറാന്റെ ജനത പ്രതിഷേധിക്കണം. അങ്ങനെ 31 പ്രവിശ്യകൾ ഉള്ളതിൽ 9 പ്രവിശ്യകളിലും വൻതോതിലുള്ള ഒരു റെസിസ്റ്റൻസ് അവിടെ നടക്കുകയാണ്. ഗവൺമെന്റ് വിരുദ്ധ പോരാട്ടം അതൊരു നിർണായക ഘട്ടത്തിൽ എത്തി നിന്നാൽ നേരിട്ടുള്ള അമേരിക്കൻ ഇൻവോൾവ്മെന്റ് ഉണ്ടാകുമോ? പ്രക്ഷോഭകാരികളെ ബലം പ്രയോഗത്തിലൂടെ അടിച്ചമർത്തരുത് എന്ന താക്കീത് അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനിയൻ ഭരണാധികാരികൾക്ക് നൽകി. പക്ഷെ വലിയ രീതിയിലുള്ള ബലപ്രയോഗം നടക്കുന്നു. ഏതാണ്ട് 70-ൽ പരം പേർ മരിച്ചതായിട്ട് സ്ഥിരീകരിക്കുന്ന റിപ്പോർട്ടുകളുണ്ട്. പക്ഷെ മരണസംഖ്യ യഥാർത്ഥത്തിൽ 400 കടന്നിരിക്കാൻ സാധ്യതയാണ് കാണുന്നത്. ഏതാണ്ട് 2800-ഓളം പേര് അറസ്റ്റിലായി കഴിഞ്ഞു. അരാജകത്വം ഇപ്പോൾ ഇറാനിൽ നിലവിൽ നടമാടുകയാണ്. അതുകൊണ്ടാണ് നാളുകളിൽ ഇറാന്റെ ഭാവി എന്തായിരിക്കും? ഒരു ഭരണമാറ്റം ഉണ്ടാകുമോ? അയത്തുള്ള അലി ഖുമൈനി ഇറാൻ വിട്ടുപോകാൻ നിർബന്ധിതനാകുമോ? സിറിയൻ ഭരണാധികാരി ബഷർ അൽ അസദിന് സംഭവിച്ചതുപോലെ നിഷ്കാസിതനാവുകയും അവസാനം റഷ്യയിൽ അഭയം തേടുകയും ചെയ്യുമോ? അതോ ഈ പ്രക്ഷോഭങ്ങളെ ഉരുക്കുമുഷ്ടി കൊണ്ട് അടിച്ചമർത്തി ഭരണകൂടം സുദൃഢമായി നിലനിൽക്കാനാവുമോ എന്ന രണ്ട് ചിന്തകളാണ് ഇപ്പോൾ ഭരിക്കുന്നത്. ഇപ്പോൾ ഇറാനിയൻ ഭരണകൂടം വളരെ വലിയ രീതിയിൽ ദുർബലമാണ്. കഴിഞ്ഞ വർഷം ഇതേ സമയത്തുള്ള ശക്തിയുടെ പകുതി പോലും ഇപ്പോഴില്ല എന്ന അവസ്ഥയിലാണ്. അതുകൊണ്ടാണ് ഒരു സങ്കീർണമായ ഒരു അവസ്ഥയിൽ എത്തി നിൽക്കുന്നു. അമേരിക്കയോട് സഹകരിച്ച് പ്രവർത്തിക്കുന്ന ഒരു പുതിയ ഭരണകൂടം വരിക എന്നത് മാത്രമാണ് പോംവഴി എന്ന് ഒരു കൂട്ടം ആളുകളെങ്കിലും ഇറാനിൽ നിന്നുകൊണ്ട് വിചാരിക്കുന്നു. അവരെല്ലാം തന്നെ ഇസ്രായേൽ പക്ഷപാതികളായി, ജൂത പക്ഷപാതികളായി മുദ്ര കുത്തുന്ന തിരക്കിലാണ് ഇപ്പോഴത്തെ ഭരണകൂടം. അതുകൊണ്ട് ഒരു സ്ഫോടനാത്മകമായ അന്തരീക്ഷത്തിലൂടെ തന്നെയാണ് ഇറാൻ ഇപ്പോൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. ജോയ്സ്, ശ്രീ ഷാബു പ്രസാദ്, ഇപ്പം മോഹൻ സാർ പറഞ്ഞതുപോലെ തന്നെ നമുക്ക് ഈ പഴയൊരു രാജഭരണം തിരികെ വരുന്നത് പ്രതീക്ഷിക്കാൻ സാധിക്കും. അല്ലെങ്കിൽ രാജഭരണം അല്ലെങ്കിൽ പോലും ഒരു ജനാധിപത്യ രീതിയിലേക്കുള്ള അമേരിക്കയുടെയും ഇസ്രായേലിന്റെയും നേതൃത്വത്തിലോ അല്ലെങ്കിൽ അമേരിക്കയ്ക്ക് പിന്തുണയുള്ള ഒരു ജനാധിപത്യ രാജ്യമായി മാറുന്നതിനോ ഇപ്പൊ നമുക്കറിയാം പഴയ രാജകുടുംബത്തിലെ അല്ലെങ്കിൽ ഇപ്പോഴത്തെ പ്രിൻസ് എന്ന് പറയുന്നത് അദ്ദേഹം പഹ്ലവി ഇപ്പോൾ അമേരിക്കയിലാണ് അഭയം തേടിയിരിക്കുന്നത്. അപ്പൊ അദ്ദേഹത്തിന്റെ ഒരു തിരിച്ചുവരവ്, അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ഒരു ജനാധിപത്യ രാജ്യമായി മാറാനുള്ള ഒരു സാധ്യത അങ്ങനെ എന്തെങ്കിലും നിലനിൽക്കുന്നുണ്ടോ? എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? എന്തായാലും ഇപ്പോഴത്തെ ഒരു ലക്ഷണം കണ്ടിട്ട് ആദ്യം എന്തായാലും ഇറാനിയൻ ഇപ്പോഴത്തെ മതഭരണകൂടം നിലംപതിക്കാനുള്ള എല്ലാ സാധ്യതയും കാണുന്നുണ്ട്. അതിന് അമേരിക്കയുടെ ഒരു നേരിട്ടുള്ള ഒരു സൈനിക നടപടി ഉണ്ടാകും എന്ന് തോന്നുന്നുമില്ല. കാര്യം ഇറാനിലേക്ക് ആ ഒരു സൈനിക നടപടി ആയിട്ട് അങ്ങനെ കയറി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ ഇതുവരെ അവർ നേടിയ ഒരു എഡ്ജുണ്ട്. ഈ അമേരിക്കയല്ല, ഇറാൻ ഭരണകൂടം ഇറാനിയൻ ജനതയോട്, ഈ പ്രക്ഷോഭം നയിക്കുന്നവരോട്, അതിന്റെ സംഘാടകരോട് ഒക്കെ പൊതുവെ ലോകത്ത് ഒരു സിമ്പതി ഉണ്ടായിട്ടുണ്ട്. അവർക്ക് സപ്പോർട്ടുമായിട്ട് അമേരിക്കൻ സൈന്യം അവിടേക്ക് കയറുകയാണെങ്കിൽ അതിന് ഒരു കോട്ടം വരാൻ ഉള്ളത് കൊണ്ട് തന്നെ എന്തായാലും ഇപ്പോൾ അങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല എന്ന് തന്നെയാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അല്ലാതെ തന്നെ ഇറാനിയൻ ആ ഭരണകൂടം പൂർണ്ണമായും ദുർബലമാണ്. ഒന്നാമത്തെ കാര്യം, ഇപ്പം മോഹൻസൂദ് വർഗീസ് സാർ ഇവിടെ പറഞ്ഞു, അവിടുത്തെ ഭയാനകമായ വിലക്കയറ്റം, അതേപോലെ പണപ്പെരുപ്പം, ഇൻഫ്ലേഷൻ, ഇതിന്റെയൊക്കെ ഇതെങ്ങനെ ഉണ്ടായി എന്നുള്ളത് അറിയുമോ? ഇപ്പം കഴിഞ്ഞ ജൂണില് ആ ഒരു ഇറാൻ ഇസ്രായേൽ കോൺഫ്ലിക്റ്റ് ഉണ്ടായ സമയത്ത് നമ്മുടെ ഈ മലയാളം ചാനലുകളിലൊക്കെ എന്തൊരു ആഘോഷമായിരുന്നു. അങ്ങനെ ആ ചർച്ചകളിലൊക്കെ ഒരുപാട് മോഹൻ വർഗീസ് സാറും ഉണ്ടായിരുന്നു, ഞാനും ഒക്കെ പങ്കെടുത്താണ്. പറഞ്ഞു, ഇസ്രായേൽ എന്ന് പറയുന്ന മറ്റേ ഇവരോട് ഗാസയോട് കളിക്കുന്ന മാതിരിയല്ല,
ഇവർ വൻ ശക്തിയാണ്, ആയിരക്കണക്കിന് മിസൈലുകളാണ് ഇസ്രായേലിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്നത്, തകർത്തുകളെയും പൊട്ടിച്ചുകളെയും തലകുത്തി നിർത്തിക്കളയും. ഇതൊക്കെയായിരുന്നു പറഞ്ഞുകൊണ്ടിരുന്നത്. ആ സമയത്തൊക്കെ സത്യത്തില് ഇറാന്റെ ആകാശം ഇസ്രായേൽ അടക്കി ഭരിക്കുകയായിരുന്നു. ഇസ്രായേൽ വ്യോമസേന തവിട് പൊടിയാക്കുകയായിരുന്നു. അവിടുത്തെ അടിസ്ഥാന സൗകര്യങ്ങൾ മുഴുവൻ തകർത്തു. ഈ ഇത് മാത്രമൊന്നുമല്ല, അവരുടെ ആണവ സംവിധാനങ്ങൾ മാത്രമൊന്നുമല്ല, അവിടുത്തെ മുഴുവൻ അത്രമാത്രം ആ ഇൻഫ്രാസ്ട്രക്ചറൽ ഡാമേജ് ഇറാനിൽ ഉണ്ടായിട്ടുണ്ട്. കാര്യം ഇറാൻ വലിയ രാജ്യമാണ്. ഭൂപ്രദേശം ആയിട്ട് നോക്കിക്കഴിഞ്ഞ് ജിയോഗ്രഫിക്കലി അത് വളരെ വലിയ രാജ്യമാണെങ്കിലും അവിടെ ജനവാസമുള്ള മേഖലകൾ, ജനങ്ങൾ താമസിക്കുന്ന പറഞ്ഞാൽ നഗരങ്ങളെ മാത്രം കേന്ദ്രീകരിച്ച് 90% ജനങ്ങളും നഗരങ്ങളിലാണ് ജീവിക്കുന്നത്. ടെഹ്റാനിലും അതിനോടനുബന്ധിച്ചുള്ള അതിൽ തന്നെ ഏറ്റവും കൂടുതലുള്ള ടെഹ്റാനിലുമാണ്. ആ ഭാഗങ്ങളിലെ ഇൻഫ്രാസ്ട്രക്ചർ നശിപ്പിച്ചു കഴിഞ്ഞാൽ ആ രാജ്യത്തിന് നിലനിൽക്കാനാവില്ല. അതാണ് ജനങ്ങൾ തെരുവിലിറങ്ങി കഴിഞ്ഞാൽ അതുമില്ല, കറണ്ടില്ല, വെള്ളമില്ല, വൈദ്യുതി ഇല്ല, സാധനങ്ങൾ കിട്ടാനില്ല. ഈ അവസ്ഥയാണ് ഉണ്ടായത്. അന്ന് അവരതിന്റെ ആ ഇറാൻ ടോട്ടൽ ഭരണകൂടത്തിന്റെ അടിക്കല്ല് വരെ ഇളക്കിയിട്ടാണ് ആ സ്റ്റാൻഡ് ഓഫ് അവസാനം ആ കോൺഫ്ലിക്റ്റ് അന്ന് അവിടെ പിൻവാങ്ങിയത്. കാര്യം അറിയാം, പിന്നെ ബാക്കിയൊന്നും ചെയ്യാനില്ല, ബാക്കിയുള്ളത് സ്വാഭാവികമായിട്ട് സംഭവിച്ചുള്ളൂ. ആ ഒരു കെട്ടിടത്തിന്റെ അടിത്തറ മുഴുവൻ ഇളകി പിന്നെ ഒരു തള്ളിന്റെ ആവശ്യമുള്ളൂ, അത് അവിടുത്തെ ജനങ്ങൾ ചെയ്തോളും. അതാണ് ആ അന്ന് തകർത്ത അതിന്റെ എഫക്റ്റ് വന്നു തുടങ്ങിയത് ഇപ്പോഴാണ്. ആ 5-6 മാസം കഴിഞ്ഞിട്ടാണ്, 5-6 മാസം കഴിഞ്ഞിട്ടാണ്. അതാണ് ഇപ്പൊ ഇറാനിൽ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇത് തന്നെയാണ് ആ ഒരു റെജീം ചേഞ്ച്, ഇങ്ങനെയാണ് ആ റെജീം ചേഞ്ച് സംഭവിക്കേണ്ടത് എന്നത് തന്നെയാണ് ഇസ്രയേലും അമേരിക്കയും ആഗ്രഹിച്ചത്. അല്ലാതെ ഇറാഖിലേക്ക് കടന്ന് സദാം ഹുസൈനെ ഓടിച്ചിട്ട് പിടിച്ച് അയാളെ കെട്ടിത്തൂക്കി കൊന്ന് ആ രീതിയിലുള്ള ഒരു കാര്യമല്ല. കാര്യം അതിന് വളരെ വളരെ സ്ട്രാറ്റജിക്കായിട്ട് ബുദ്ധിപൂർവ്വം അമേരിക്കയും ഇസ്രായേലും എടുത്ത തീരുമാനമാണത്. അതിന്റെ ആവശ്യമില്ല. ആ പണി നല്ല സുഖസുന്ദരമായിട്ട് അവരെന്താണോ ഉദ്ദേശിച്ചത് അത് ഇറാൻ ജനത ചെയ്തുകൊണ്ടിരിക്കുകയാണത്. അത് താഴെ വീഴും എന്നുള്ള കാര്യം ഏകദേശം ഉറപ്പുമാണ്. ഇങ്ങനെ ഈ ഇറാൻ ഭരണകൂടം വീണ് കഴിഞ്ഞാൽ പിന്നെ അവരുടെ മുമ്പിലുള്ള ഓപ്ഷൻ ഏതാണ് എന്നുള്ളതാണ് ഒരു പ്രധാന ചോദ്യം. സ്വാഭാവികമായിട്ടും പഴയ ഷായുടെ മകൻ തന്നെയായിരിക്കാം അതിനൊരു സാധ്യതയുണ്ട്. പക്ഷേ അതൊരു രാജഭരണമായിരിക്കില്ല എന്നുള്ള കാര്യവും നമുക്ക് 100% ഉറപ്പിച്ച് പറയാൻ പറ്റും. അതായത് അമേരിക്കയുടെ സ്വാധീനത്തിലുള്ള വേണമെങ്കിൽ അവരുടെ ഭാവഭരണകൂടം എന്ന് പറയാവുന്ന ഒരു ജനാധിപത്യം, ഏകദേശം ഒരു 50% അത് ജനാധിപത്യമായിരിക്കും. പക്ഷെ അത് അമേരിക്കയുടെ കൺട്രോളിലായിരിക്കുകയും ചെയ്യും. ആ ഭരണകൂടത്തിന്റെ ആവശ്യപ്രകാരം അവിടെ അപ്പോൾ ഔദ്യോഗികമായി അമേരിക്കൻ സേനയ്ക്ക്, അമേരിക്കൻ ഭരണകൂടത്തിന് അവിടെ കടന്നു ചെല്ലാൻ കഴിയും. അതിന് ലോകത്തിന്റെ അംഗീകാരം നേടാൻ വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. അങ്ങനെയായിരിക്കും ഈ അടുത്ത ഒരു കുറച്ച് മാസങ്ങൾക്കുള്ളിൽ സംഭവിക്കാനുള്ള സാധ്യത. ഭരണകൂടം താഴെ വീഴും. ഇപ്പോഴത്തെ ഖൊമേനി സുപ്രീം ലീഡർ ഒന്നുകിൽ രാജ്യം വിടും, അല്ലെങ്കിൽ അദ്ദേഹം കൊല്ലപ്പെടും. ഇത് രണ്ടിലേതെങ്കിലും സംഭവിക്കും. തീർച്ചയായിട്ടും നമുക്ക് ഇപ്പോഴത്തെ സാഹചര്യങ്ങൾ മനസ്സിലാക്കുമ്പോൾ സാധിക്കുന്നത്, അല്ലെങ്കിൽ നമുക്ക് ആലോചിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ തന്നെയാണ്. പക്ഷേ അവിടെ വേറൊരു പ്രശ്നം നിലനിൽക്കുന്നില്ല. അതായത് ഇപ്പോഴത്തെ ഇറാന്റെ അല്ലെങ്കിൽ ഇറാൻ ഭരണാധികാരികളുടെയൊക്കെ ഒരു സുഹൃത്ത് രാജ്യം അല്ലെങ്കിൽ ഒരു സഖ്യകക്ഷി എന്നൊക്കെ പറയുന്ന വൻ ശക്തികൾ തന്നെ ഇപ്പോൾ ഉണ്ടല്ലോ. അതായത് റഷ്യയും ചൈനയും അടക്കമുള്ള രാജ്യങ്ങളുണ്ട്, തുർക്കിയൊക്കെ പോലുള്ള രാജ്യങ്ങളുണ്ടല്ലോ. അപ്പോൾ ആ രാജ്യങ്ങൾ അവരുടെ കയ്യിൽ നിന്നും ഇറാൻ, അല്ലെങ്കിൽ അവർക്കൊരു സ്വാധീനമുള്ള ഇറാൻ നഷ്ടപ്പെടും എന്നൊരു സാഹചര്യത്തിലേക്ക് വന്നു കഴിയുമ്പോൾ അത് അമേരിക്ക ഇസ്രായേൽ പോലുള്ള വൻ ശക്തികൾ ഒരു സൈഡിലും, ചൈന റഷ്യ പോലുള്ള വൻ ശക്തികൾ മറു സൈഡിലും, അതൊരു മറ്റൊരു യുദ്ധത്തിലേക്കുള്ള ഒരു പോക്കായി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കൂ? ഇല്ല, ഞാൻ അങ്ങനെ വിശ്വസിക്കുന്നില്ല. ഇതൊരു 3ാം ലോക മഹായുദ്ധത്തിലേക്ക് പോകുന്ന സാഹചര്യം ഉണ്ടാകാൻ ഒരു സാധ്യതയുമില്ല. കാര്യം അതിന് ലോകരാജ്യങ്ങളുടെ മുതിരില്ല. കാര്യം ഒരു കാര്യം ഞാൻ പറയാം. 1-2 ലോകമഹായുദ്ധങ്ങളുടെ കാലത്ത് ലോകമല്ല ഇപ്പോഴുള്ളത്. ശക്തികളുടെ എല്ലാം കയ്യിൽ ഈ ലോകത്തിനെ പലതവണ ചുട്ടുകരിക്കാൻ കഴിയുന്ന ആണവായുധങ്ങളുണ്ട്. അതൊരു വലിയ ഫാക്ട്. ഈ ലോകത്തിന്റെ സമാധാനം നിലനിർത്തുന്നതിൻ്റെ അകത്ത് വലിയൊരു റോൾ ഈ ആണവായുധങ്ങൾക്കുണ്ട് എന്നുള്ളതൊരു സത്യമാണ്. നമ്മളത് ഇഷ്ടപ്പെട്ടാലും അല്ലെങ്കിലും അത് അംഗീകരിച്ചേ പറ്റുള്ളൂ. മറ്റൊന്ന്, ഇപ്പം ചൈന അവരുടെ തടിക്ക് നേരിട്ട് പിടിക്കുന്ന കാര്യമല്ലെങ്കിൽ അവരവിടെ
സുഖമായിട്ട് ഈ ഇത്രയും നാൾ അലി ഖൊമേനിക്ക് എല്ലാ ആശംസകളും നേർന്നുകൊണ്ട് അവരവിടെ അവരുടെ കാര്യം നോക്കി ഇതേ ചെയ്യുള്ളൂ. മറ്റൊന്ന് വേറൊന്ന് റഷ്യയാണ്. റഷ്യ ഒന്നാമത്തെ കാര്യം ഉക്രൈനിൽ കിടന്ന് കെട്ടിമറിഞ്ഞുകൊണ്ടിരിക്കുകയാണ്. അവർക്കിപ്പോൾ വേറെ കാര്യം നോക്കാം. ഈ പറഞ്ഞ പോലെ മാറി നിന്ന് അപലപിക്കും. UN വല്ല പ്രമേയം വന്നു കഴിഞ്ഞാൽ ശക്തമായി അപലപിക്കും. ചിലപ്പോൾ എതിരായിട്ട് വോട്ട് ചെയ്യും. അതിനപ്പുറത്തേക്ക് എന്തെല്ലാം കാര്യങ്ങൾ ഈ കഴിഞ്ഞ കാലത്ത് ഒരു 10-25 വർഷം നോക്കുന്നത് ഈ പോസ്റ്റ് കോൾഡ് വാർ ഏറയില് എന്തെല്ലാം ഈ ലോകത്ത് നടന്നു, എന്തെല്ലാം നടന്നു. ഇതിനെക്കാട്ടി വലിയ ഇഷ്യൂസ് നടന്നില്ല. ഈ അറബ് രാജ്യങ്ങൾ ഗൾഫ് യുദ്ധം നടന്നു. 2 പ്രാവശ്യം ഇറാഖിലേക്ക് അമേരിക്ക കടന്നുകയറ്റം നടത്തി. ഇവിടെ അഫ്ഗാനിസ്ഥാൻ മറ്റേ 9/11 ശേഷം അഫ്ഗാനിസ്ഥാനിൽ ഇങ്ങനെ ഒരുപാട് സെൻസിറ്റീവ് ഇഷ്യൂസ് ഈ ലോകത്ത് നടന്നിട്ടുണ്ടെന്ന്. അതിലെന്താണ് റഷ്യ എടുത്തിട്ടുള്ള നടപടി? എന്താണ്? അല്ലെങ്കിൽ ഇവരെടുത്തിട്ടുള്ള എന്താണ്? അവരുടെ കാര്യം അങ്ങനെ ഒരു മാസങ്ങളോ വർഷങ്ങളോ നീണ്ടു നിൽക്കുന്ന, ലോകം മുഴുവൻ പടർന്നു നിൽക്കുന്ന ഒരു വലിയ യുദ്ധം കൈകാര്യം ചെയ്യാനുള്ള അവസ്ഥയിലൊന്നും അല്ല ഇപ്പൊ ഈ രാജ്യങ്ങളൊന്നും, അമേരിക്ക അടക്കം. അതുകൊണ്ട് ഒരിക്കലും അവരങ്ങനെ ഒരു വലിയ മഹായുദ്ധത്തിലേക്കൊന്നും കാര്യങ്ങൾ പോവില്ല. അതിന് പകരം യുദ്ധം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ തോക്കും ബോംബും ഉപയോഗിച്ചുകൊണ്ടുള്ള മാത്രമുള്ള യുദ്ധമല്ലോ. അല്ലാതെ സ്ട്രാറ്റജിക് ആയിട്ടുള്ള വാറുണ്ട്, ഡിപ്ലോമാറ്റിക് ആയിട്ടുള്ള വാറുണ്ട്, എണ്ണയും വെള്ളവും കൊണ്ടുള്ള യുദ്ധമുണ്ട്. ഇങ്ങനെ ഒരുപാട് മാർഗങ്ങളുണ്ട്. അങ്ങനെയുള്ള കാര്യങ്ങൾ അത് വെച്ചുകൊണ്ടുള്ള വിലപേശലും ശക്തിപ്രകടനവും മസിൽ വരിപ്പിക്കലും ഒക്കെ ഉണ്ടാവും. അല്ലാതെ ഒരു 1-ാം ലോക മഹായുദ്ധം 2-ാം ലോക മഹായുദ്ധം എന്ന് പറഞ്ഞ പോലെ ഒരു മിലിറ്ററി എക്സസൈസ് അല്ലെങ്കിൽ ആ മിലിറ്ററി ആയിട്ട് അങ്ങനെയുള്ള കാര്യങ്ങൾ ഉണ്ടാകാൻ ഒരു സാധ്യതയില്ല. ശ്രീ മോഹൻ വർഗീസ്, ഇപ്പം ഷാവു പ്രസാദ് സാർ പറഞ്ഞ പോലെ തന്നെ ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു തർക്കം ഇങ്ങനെ നീണ്ടു പോവുകയാണെങ്കിൽ, ഇത് കൂടുതൽ രാജ്യങ്ങൾ ഏറ്റെടുത്ത് മറ്റൊരു തലത്തിലേക്ക് പോവുകയാണെങ്കിൽ ഇന്ത്യ ശരിക്കും നമ്മൾ ലോക രാജ്യങ്ങളുമായിട്ടെല്ലാം നല്ലൊരു നിലയിൽ നിൽക്കുന്ന അല്ലെങ്കിൽ നല്ലൊരു സൗഹൃദപരമായിട്ട് വലിയ പ്രശ്നങ്ങൾക്കൊന്നും പോകാതെ നിൽക്കുന്ന ഒരു രാജ്യമാണ് നമ്മുടെ ഇന്ത്യ എന്ന് പറയുമ്പോൾ. ഇറാനുമായിട്ടും ബന്ധമുണ്ട്, അതേ സ്ഥാനത്ത് റഷ്യയായിട്ടും അമേരിക്കയായിട്ടും ഇസ്രായേലുമായിട്ടും ബന്ധമുണ്ട്. അപ്പം നമുക്ക് ഈ ഒരു യുദ്ധം അല്ലെങ്കിൽ ഈ ഒരു തർക്കം ഇങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ അത് ഇന്ത്യനെ എത്രത്തോളം ബാധിക്കാനുള്ളൊരു സാധ്യത കാണുന്നുണ്ട്? ഇന്ത്യയിലെ മാർക്കറ്റിംഗ് അല്ലെങ്കിൽ ഒരു പോർട്ട്, ഇറാനിലെ ഒരു പോർട്ട് ഇന്ത്യ കുറച്ച് നാളത്തേന് ഏറ്റെടുക്കുന്ന ഒരു സംഭവമൊക്കെ ഉണ്ടായിട്ടുണ്ടായിരുന്നു. അങ്ങനെയുള്ള മൊത്തത്തിലുള്ള കാര്യങ്ങൾ വെച്ച് നോക്കുമ്പോൾ ഇന്ത്യനെ അത് ഏത് തരത്തിലായിരിക്കും ബാധിക്കുക? ജിയോ പൊളിറ്റിക്കലി വളരെ പ്രധാനപ്പെട്ട ഒരു മേഖലയിലാണ് ഇറാൻ സ്ഥിതി ചെയ്യുന്നത്. ഇന്ത്യയുമായി തട്ടിച്ചു നോക്കുമ്പോൾ വലിയ രീതിയിലുള്ള തന്ത്രപ്രധാനമായ ഒരു സാമീപ്യമാണ് ഇറാന്റെ. അതേസമയം അമേരിക്കയുടെ ഇപ്പോഴത്തെ സ്കീം ഓഫ് തിങ്സിൽ ഇറാന്റെ ഗവൺമെന്റ് ചേഞ്ച്, അതായത് റെജീം ചേഞ്ച് എന്നത് ഒരു റിയലിസ്റ്റിക് ഓപ്ഷനായി ഇന്ത്യ കരുതുന്നു. പക്ഷെ അങ്ങനെ ഒരു അട്ടിമറിയിലൂടെ അമേരിക്ക ഇൻസ്റ്റിഗേറ്റഡ് ഒരു റെജീം ചേഞ്ചിനോട് പരസ്യമായി അനുകൂലിച്ച് നിൽക്കാൻ ഇന്ത്യക്കാവില്ല. കാരണം പരമ്പരാഗതമായി ഇന്ത്യക്ക് മേഖലയിൽ സൗഹൃദമുള്ള രാജ്യമാണ് ഇറാൻ. അത് മാത്രമല്ല, പാകിസ്ഥാനെ ചെക്ക്മേറ്റ് ചെയ്യണമെങ്കിൽ ഇറാനെ സുഹൃത്ത് രാജ്യമായി നമുക്ക് നിലനിർത്തേണ്ടതുണ്ട്. അത് മാത്രമല്ല, മധ്യ ഏഷ്യയിലെ വിപണികളിലേക്ക് അല്ലെങ്കിൽ മധ്യ ഏഷ്യയിലെ ഗ്യാസ് ഫീൽഡ്, ഓയിൽ ഫീൽഡിലേക്കുള്ള ഇന്ത്യയുടെ ആക്സസ് പോയിന്റ് എന്ന് പറയുന്നത് ഇന്ത്യൻ സഹായത്തോടുകൂടി ഇറാന്റെ തെക്ക് പ്രദേശത്ത് വികസിപ്പിച്ചെടുത്ത ചബഹാർ എന്ന് പറയുന്ന തുറമുഖമാണ്. ആ ചബഹാർ പോർട്ടിലൂടെ വേണമെങ്കിൽ കാണ്ഡഹാറിലേക്കും കാബൂളിലേക്കും അഫ്ഗാനിസ്ഥാനിലേക്കും, ഇപ്പൊ ഇന്ത്യക്ക് അഫ്ഗാനിസ്ഥാനുമായി നല്ല ബന്ധമാണ് ഇപ്പോഴുള്ളത്, അങ്ങോട്ട് ചരക്കുകൾ എത്തിക്കാൻ കഴിയും. അതുകൊണ്ട് സെൻട്രൽ ഏഷ്യയിലേക്ക് ചൈനയെ കൗണ്ടർ ചെയ്യാൻ വേണ്ടി സെൻട്രൽ ഏഷ്യയിലേക്ക് ഒരു കവാടം എന്ന നിലയിൽ ഇന്ത്യക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന തുറമുഖമാണ്, രാജ്യമാണ് ഇറാനുള്ളത്. അപ്പൊ അതുകൊണ്ട് ഇറാനെ പൂർണ്ണമായി ഈ ഘട്ടത്തിൽ, അന്തരാള ഘട്ടത്തിൽ കൈയൊഴിയാൻ ഇന്ത്യക്കാവില്ല. പക്ഷേ ഇന്ത്യ എപ്പോഴും എടുക്കുന്ന ഒരു നിലപാടുണ്ട്. വെനിസ്വലയിൽ അമേരിക്കൻ ആക്രമണം നടന്നപ്പോൾ ഇന്ത്യ എടുത്തൊരു നിലപാടുണ്ട്. ഞങ്ങൾ മഡുറോ ഭരണകൂടത്തോടൊപ്പമോ ട്രംപിന്റെ ഭരണകൂടത്തോടൊപ്പമോ അല്ല. ആ ആക്ഷനെ കുറിച്ച് ഞങ്ങൾക്ക് പ്രത്യേക അഭിപ്രായമില്ല. അമേരിക്ക വെനിസ്വലയിൽ കടന്നു കയറി നിക്കോളാസ് മഡുറോയും ഭാര്യയും തട്ടിക്കൊണ്ടുപോയി തടവിലാക്കിയതിനെ കുറിച്ച് കമാന്നൊരക്ഷരം ഇന്ത്യ മിണ്ടിയിട്ടില്ല. പക്ഷേ വെനിസ്വലൻ ജനതയുടെ സ്വയം നിർണയ അവകാശത്തിന് വേണ്ടി ഇന്ത്യ ശബ്ദമുയർത്തും. ജനതയോടൊപ്പമാണ്, വെനിസ്വലയിലെ ജനതയോടൊപ്പമാണ് ഭാരതം. അതുപോലെ തന്നെയാണ് പ്രതികരണം ഉണ്ടാകാൻ സാധ്യത. ഇറാന്റെ ജനതയോട് ഐക്യദാർഢ്യം പ്രഖ്യാപിക്കുന്ന ഭാരതം, ആ ജനതയ്ക്ക് ഏറ്റവും സ്വീകാര്യമായ ഒരു ഭരണകൂടം ഉണ്ടാകണം. ഇപ്പോൾ പൊറുതിമുട്ടി നിൽക്കുന്ന ജനം സ്വാഭാവികമായി ജൈവികമായ ഒരു പ്രക്രിയയിലൂടെയും
ഭരണമാറ്റം കൊണ്ടുവന്നാൽ അത് അംഗീകരിച്ച് പുതിയ ഗവൺമെന്റിനോടൊപ്പം ചേർന്ന് നിന്ന് പ്രവർത്തിക്കാൻ ഇന്ത്യ തീർച്ചയായും സഹായിക്കും. തീർച്ചയായും ഇന്ത്യ അതിന് ഒരുക്കമായിരിക്കും. അതായത് ഒരു കോൺഫ്രണ്ടേഷനിസ്റ്റ് പോളിസി ഒരിക്കലും ഉണ്ടാവില്ല. അമേരിക്കയെ ഈ വിഷയത്തിൽ വെല്ലുവിളിക്കാനും ഇന്ത്യ തയ്യാറാകും എന്ന് കരുതാനാവില്ല ഈ ഘട്ടത്തിൽ. അതുകൊണ്ട് വളരെ കോംപ്ലിക്കേറ്റഡ് ആ സാഹചര്യം. നേരത്തെ ജോയ്സ് പറഞ്ഞതുപോലെ റഷ്യയുമായും ഇറാനുമായും ഇസ്രയേലുമായും അമേരിക്കയുമായും ഒരുപോലെ ബന്ധമുള്ള അപൂർവം രാജ്യങ്ങളിൽ ഒന്നാണ് ഇന്ത്യ. അതുകൊണ്ട് ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം ഇറാന്റെ ഭരണമാറ്റം വളരെയധികം ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതാണ് ഒന്ന്. രണ്ട്, പാകിസ്ഥാൻ ഫാക്ടർ അവിടെ നിൽക്കുന്നത് കൊണ്ട് ഇറാനിൽ വരുന്ന ഏത് ചേഞ്ചസും ആത്യന്തികമായി അമേരിക്കയുടെ പോളിസിയെ സ്വാധീനിക്കും. ഇപ്പോൾ അമേരിക്ക പാകിസ്ഥാനോട് ഏറെ അടുക്കുന്നു എന്ന ഒരു തോന്നൽ വരാം. ഈ പല ആവർത്തിയാണ് കഴിഞ്ഞ 2025 കലണ്ടർ വർഷം 3-4 ആവർത്തി അമേരിക്കയുടെ സൈനിക മേധാവി ഫീൽഡ് മാർഷൽ അസിം മുനീർ അമേരിക്ക സന്ദർശിച്ചു. ട്രംപിന്റെ പ്രത്യേക ക്ഷണപ്രകാരമാണ് ആ സന്ദർശനങ്ങളെല്ലാം. ഇത് ഇന്ത്യക്ക് ഒരു വലിയ താക്കീതാണ്. ഇപ്പോൾ അമേരിക്ക പാകിസ്ഥാനുമായി അടുക്കുന്നു. ഓപ്പറേഷൻ സിന്ദൂർ നടപടി അവസാനിപ്പിച്ചത് അമേരിക്കയുടെ സഹായത്തോടു കൂടിയാണ് എന്നത് എൻഡോഴ്സ് ചെയ്യാൻ ഇന്ത്യ തയ്യാറായില്ല. വാസ്തവം അങ്ങനെ അല്ലാത്തത് കൊണ്ടാണ്. അതുകൊണ്ട് അമേരിക്കയുടെ ആ ചൊരുക്കുണ്ട് ഇന്ത്യയോട്. അത് സ്വാഭാവികമായി പാകിസ്ഥാനുള്ള സ്നേഹമായി അവിടെ പ്രകടിപ്പിക്കപ്പെടുകയാണ്. ഇറാൻ ഒരു അമേരിക്ക സർക്കിളിൽ വന്നു കഴിഞ്ഞാൽ പാകിസ്ഥാന് വഴിവിട്ട സഹായം ചെയ്തു കൊടുക്കാൻ അമേരിക്ക തയ്യാറാവില്ല. തീർച്ചയായും പാകിസ്ഥാന്റെ ധാതുക്കളിൽ അമേരിക്കയ്ക്ക് കണ്ണുണ്ടാവും. തീർച്ചയായും ബലൂചിസ്ഥാൻ മേഖലയിലെ വലിയ മിനറൽ റിസർവ്സ് അതിൽ അമേരിക്ക കണ്ണുണ്ടാകും. ഇറാനിലെ ഓയിൽ നിക്ഷേപം, വൻതോതിലുള്ള ഓയിൽ നിക്ഷേപം, വെനിസ്വേലയിൽ മാത്രമല്ല ഇറാനിലും വൻതോതിലുള്ള ഓയിൽ നിക്ഷേപമുണ്ട്. അത് പേർഷ്യൻ ഗൾഫ് കടന്ന് ഹോർമൂസ് കടലെടുക്ക് കടന്ന് പുറം ലോകത്തെത്തുന്നതിന് ഇപ്പോൾ ഉപരോധം വളരെ തടസ്സമായി നിൽക്കുന്നു. അമേരിക്കയുടെ സ്വാധീന മേഖലയായി മാറിയാൽ ഇറാൻ വൻതോതിൽ ക്രൂഡ് ഓയിൽ ഉൽപ്പാദിപ്പിക്കാൻ സാധിക്കും. റിഫൈനിങ് കപ്പാസിറ്റി കൂട്ടും. ഇന്ത്യക്കും ഇറാനുമായി കച്ചവടം കൂടുതലായി നടത്താൻ സാധിക്കും. കാരണം ഇപ്പോൾ അമേരിക്കയുമായി ഉള്ള ബന്ധം കൂടുതൽ വഷളാകാതിരിക്കാനായി ഇറാനിൽ നിന്നുള്ള എണ്ണ ഇറക്കുമതി ഇന്ത്യ ഘട്ടമായി കുറച്ചു കൊണ്ടുവരികയാണ്. അത് മാത്രമല്ല റഷ്യയുമായിട്ടുള്ള എണ്ണ കരാർ ഒരുപക്ഷെ ആ യുദ്ധവും ഇതുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് കിടക്കുകയാണ്. ഉക്രൈൻ യുദ്ധം അവസാനിച്ചു കഴിഞ്ഞാൽ റഷ്യൻ കച്ചവടം എന്നതുകൊണ്ട് അടിച്ചേൽപ്പിച്ചിരിക്കുന്ന 250% ടാരിഫ് കുറച്ചു കൊണ്ടുവരാൻ സാധിക്കും. ഇപ്പോൾ പറയുന്നത് 500% ടാരിഫ് വരെ എന്നൊരു ഭീഷണി ട്രംപിന്റെ ഭാഗത്തു നിന്നുണ്ട്. റഷ്യയുമായി ഓയിൽ ട്രേഡ് നടത്തുന്ന എല്ലാ രാജ്യങ്ങൾക്ക് ബാധകമാകുന്ന 500% ടാരിഫ്. ഇതൊക്കെ പറയാമെന്നല്ലാതെ നടപ്പാക്കിയെടുക്കാൻ എളുപ്പമുള്ള കാര്യങ്ങളല്ല. അതുകൊണ്ട് ഇറാനിൽ സുഗമമായ ഒരു അധികാര കൈമാറ്റം ഉണ്ടാവുകയും ഇറാന്റെ എണ്ണ എക്സ്ട്രാക്ട് ചെയ്യാൻ കഴിയുകയും ചെയ്താൽ ഭാരതത്തെ സംബന്ധിച്ചിടത്തോളം ജിയോഗ്രാഫിക്കൽ അഡ്വാൻറ്റേജ് ഉണ്ട്. ഇറാനിൽ നിന്ന് ഇന്ത്യയിലേക്ക് ഗ്യാസ് പൈപ്പ് ലൈനോ എണ്ണ പൈപ്പ് ലൈനോ സ്ഥാപിക്കുന്നത് എളുപ്പമുള്ള കാര്യമാണ്. ദൂരെ നിന്നുള്ള ലോജിസ്റ്റിക്കൽ ഒരു ബുദ്ധിമുട്ടില്ലാതിരിക്കും. അതുകൊണ്ട് ഇന്ത്യ അവിടെ ഉണ്ടാകുന്ന ഓരോ നീക്കങ്ങളെയും വളരെ ശ്രദ്ധയോടുകൂടി തന്നെയാണ് കൈകാര്യം ചെയ്യുന്നത്. അത് മാത്രമല്ല അറബ് രാജ്യങ്ങൾക്കും വലിയ ബുദ്ധിമുട്ടുണ്ടാവില്ല. ഇറാനിന്റെ ഒരു അധികാര കൈമാറ്റം വരുന്നത് സൗദി അറേബ്യക്കും സ്വീകാര്യമായ ഒരു കാര്യമായിരിക്കും, ഇസ്രയേലിനും സ്വീകാര്യമായ ഒരു കാര്യമായിരിക്കും. അതുകൊണ്ട് അവരെ ഒന്നും പിണക്കാതെ തന്നെ കാര്യം നടത്താൻ കഴിയും. പക്ഷേ ഇന്ത്യ എക്കാലത്തും ഉയർത്തിപ്പിടിക്കുന്ന നിലപാടുണ്ട്. രാജ്യങ്ങളുടെ സ്വയം നിർണയ അവകാശം, സ്വതന്ത്ര പരമാധികാര രാജ്യങ്ങൾക്ക് നേരെ സൈനിക നടപടിയിലൂടെ അട്ടിമറിക്കാൻ ശ്രമിക്കുന്നതിനെ ഇന്ത്യ ഒരു കാലത്തും ഒരു നയപരമായി ഇന്ത്യ അംഗീകരിക്കുന്ന ഒരു പോളിസിയല്ല. അതേസമയം ആഭ്യന്തരമായി ഇറാനിൽ സംഭവിക്കുന്നത് പോലെ ആഭ്യന്തരമായ പ്രക്ഷോഭത്തിൽ സ്വന്തം ജനത തന്നെ അവരുടെ ഭരണകൂടത്തെ മാറ്റുകയാണെങ്കിൽ തീർച്ചയായും അത് എൻഡോഴ്സ് ചെയ്യാനും ഇന്ത്യ തയ്യാറാകും. അതുകൊണ്ട് ഇന്ത്യയുടെ നിലപാട് അക്കാര്യത്തിൽ വളരെ സുതാര്യമാണ്, വളരെ വ്യക്തവുമാണ്. ജോയ്സ്, തീർച്ചയായിട്ടും. എന്തായാലും ലോകം ഇന്ന് വലിയൊരു വഴിത്തിരിവിലാണ്. സമാധാനവും സന്തോഷകരവുമായ ജീവിതം ഏതൊരു മനുഷ്യന്റെയും സ്വപ്നവും അവകാശവുമാണ്. ഇറാനിൽ നടക്കുന്ന ഭരണകൂട വിരുദ്ധ പ്രതിഷേധങ്ങൾ ഒരു രാജ്യത്തിനുള്ളിൽ മാത്രം ഒതുങ്ങുന്ന പ്രശ്നമായി കാണാൻ കഴിയില്ല. അത് പശ്ചിമേഷ്യയും ആഗോള സമാധാനത്തെ നേരിട്ട് ബാധിക്കുന്ന ഒരു പ്രതിസന്ധി കൂടിയാണ്. ജനങ്ങളുടെ ശബ്ദം അടിച്ചമർത്തുന്ന ഭരണകൂടങ്ങൾ ദീർഘകാലം നിലനിൽക്കില്ല എന്നത് ചരിത്രം തന്നെ പഠിപ്പിക്കുന്ന ഒരു സത്യമാണ്. അതുപോലെ ലോകമഹായുദ്ധങ്ങൾ ലോകക്രമത്തെ മാറ്റി മറിക്കുമെന്ന കാര്യത്തിലും സംശയമൊന്നുമില്ല. കഴിഞ്ഞ നാളുകളിലെ യുദ്ധ സാഹചര്യങ്ങളിൽ നിന്നും പാഠങ്ങൾ ഉൾക്കൊണ്ടുകൊണ്ട് വീണ്ടും ഒരു മഹായുദ്ധത്തിലേക്ക് കാലെടുത്ത് വെക്കാതെ സമാധാനപരമായി സാഹചര്യങ്ങൾ ഉരുത്തിരിഞ്ഞ് വരട്ടെ എന്ന് നമുക്ക് പ്രത്യാശിക്കാം. ഇന്നത്തെ ഷെക്കിന ന്യൂസ് 4 മണി ചർച്ച ഇവിടെ അവസാനിക്കുകയാണ്. ഞാൻ ജോയ്സ് മാത്യു. ചർച്ചയിൽ ചേർന്ന അതിഥികൾക്കും പ്രിയ പ്രേക്ഷകർക്കും നന്ദി.